ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിലെ വ്യവസായങ്ങൾ എന്നതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ത്യയിലെ ധാതുക്കളും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കൃഷി അധിഷ്ഠിത വ്യവസായമായ പരുത്തിത്തുണി വ്യവസായം, ചണ വ്യവസായം, കമ്പിളി വ്യവസായം, പട്ടുനൂൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, കടലാസ് വ്യവസായം എന്നിവയെക്കുറിച്ച് മുഴുവനായി പറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് നമ്മൾ പോകുന്നത് ധാതു അധിഷ്ഠിത വ്യവസായത്തെക്കുറിച്ചിട്ടാണ്. ധാതു അധിഷ്ഠിത വ്യവസായത്തെക്കുറിച്ചിട്ട് ഭൂമിയിൽ ലഭ്യമായ ധാതുക്കൾ അസംസ്കൃത വസ്തുക്കളായ വ്യവസായങ്ങളാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ആധുനിക വ്യവസായ യുഗത്തിൽ ധാതുക്കൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. ഇന്ത്യക്ക് ധാതു വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു അടിത്തറയുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രധാന ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇരുമ്പുരുക്ക് വ്യവസായം, അതുപോലെ അലുമിനിയം വ്യവസായം, സിമൻറ്റ് വ്യവസായം, ഗ്ലാസ്, തുകൽ, കീടനാശിനി, അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ധാതു വിഭവങ്ങളെ കുറിച്ചിട്ട് ഫസ്റ്റ് നോക്കാം. ധാതു വിഭവങ്ങളെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണ് പറയാറ്? ധാതു വിഭവങ്ങളെ തന്നെ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. എങ്ങനെയാണ്? ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ധാതു വിഭവങ്ങളാൽ അനുഗ്രഹീതമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിൽ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ഝാർഖണ്ഡാണ്. ഏതാണ്? ഝാർഖണ്ഡാണ്. അപ്പോൾ എന്താണ് ഈ ധാതുക്കൾ എന്ന് പറയുന്നത്? ഒരു നിശ്ചിതമായ ഭൗതിക സവിശേഷതകളോട് കൂടിയ ജൈവമോ അജൈവമോ ആയ പ്രകൃതി വിഭവങ്ങളെയെല്ലാം നമ്മൾ എന്തായി പറയും? ധാതുക്കൾ എന്ന് പറയും. ജൈവികമോ അജൈവികമോ ആയ നിശ്ചിതമായ ഭൗതിക സവിശേഷതകളോട് കൂടിയ പ്രകൃതി വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ധാതുക്കൾ എന്ന് പറയുക. ആ ധാതുക്കൾ നമ്മുടെ എല്ലാ ഭാഗത്തും, നമ്മുടെ ഇന്ത്യ എടുത്താൽ തന്നെ എല്ലാ ഭാഗത്തും എങ്ങനെയല്ല ഉള്ളത്? ഒരുപോലെ അല്ല ഉള്ളത്. പല സ്ഥലങ്ങളിലും അതിൻ്റെ അളവ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അതുപോലെ തന്നെ എല്ലാ ധാതുക്കളും ഒരു പ്രദേശത്ത് കാണുകയുമില്ല അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടാണ് പലതും, ഇരുമ്പായാലും അലുമിനിയം ആയാലും പല ധാതുക്കളും, അതുപോലെ കൽക്കരി ആയാലും എല്ലാം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അതുപോലെ കാർഷിക വിളകൾ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് എന്ന പോലെ തന്നെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളായി മാറും. എങ്ങനെയാണ്? നമ്മൾ കൃഷി ചെയ്തിട്ട് കൃഷി അധിഷ്ഠിത വ്യവസായം ചെയ്യുന്ന പോലെ തന്നെ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളാണ് ഈ ധാതു എന്ന് പറയുന്നത്. ഇനി ഈ ധാതുക്കളുടെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല, ക്രമരഹിതമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് എന്ന്. അതുപോലെ തന്നെ ഈ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ അത് എന്ത് ചെയ്യുന്നതാണ്? തീർന്നു പോകുന്നതാണ്. മിക്കതും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുതുക്കി എടുക്കാൻ പറ്റാത്തതാണ് ഈ ധാതുക്കൾ എന്ന് പറഞ്ഞത്. അതുപോലെ ഈ ധാതുക്കളിൽ ഗുണമേന്മയുള്ളതും ഗുണനിലവാരം ഏറിയതും ഉണ്ടാവും, അത് കുറഞ്ഞതും ഉണ്ടാവും. അതിൽ ഈ ഗുണനിലവാരം ഏറിയതിൻ്റെ എന്ന് പറയുന്നത് അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കാം. പക്ഷെ അതേത് ഗുണനിലവാരം കുറഞ്ഞതിൻ്റെ അളവ് എങ്ങനെയായിരിക്കുക? കൂടുതലായിരിക്കുക. ധാതുക്കളുടെ ഗുണവും ലഭ്യതയും എപ്പോഴും എങ്ങനെ ഉണ്ടാവുക? വിപരീത അനുപാതത്തിലാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സമുദ്രജലവും ധാതുക്കളർ ശേഖരമായ ഒന്നാണ്. ഉപ്പായാലും മാംഗനീസ് ആയാലും ബ്രോമിൻ ആയാലും അവയെല്ലാം എവിടെയുള്ളതാണ്? ഈ സമുദ്രജലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ധാതുക്കളെ പറഞ്ഞു. ലോഹധാതുക്കളുണ്ട്, അലോഹധാതുക്കളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിൽ ലോഹധാതുക്കളിലെ തന്നെ രണ്ടായി നമ്മൾ തരംതിരിക്കും. എങ്ങനെയാണ്? ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ എന്നും. ആ ഇരുമ്പിൻ്റെ അംശമുള്ളവയിൽ പെടുന്നതാണ് ഇരുമ്പയിരും മാംഗനീസും എല്ലാം. ഏതൊക്കെയാണ് വരിക? ഇരുമ്പയിര് വരും, അതുപോലെ മാംഗനീസ് വരും, പൈറൈറ്റ് വരും, നിക്കൽ വരും, ടങ്സ്റ്റൺ വരും, കൊബാൾട്ട്, ഇവയെല്ലാം ഇരുമ്പിൻ്റെ അംശമുള്ളവയിൽ പെടുന്നതാണ്. ഇനി ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തവയിൽ ഏതൊക്കെ വരും? സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, ബോക്സൈറ്റ്, ടിന്ന് എന്നിവയൊക്കെ ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്ത ധാതുക്കളിൽ പെടുന്നതാണ്. ഇനി അലോഹധാതുവിനെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അലോഹധാതുവിന് ഉദാഹരണമാണ്
ചുണ്ണാമ്പ് കല്ല്, നൈട്രേറ്റ്, പൊട്ടാഷ്, ഡോളമൈറ്റ്, ജിപ്സം, കൽക്കരി, പെട്രോളിയം എന്നിവയെല്ലാം അലോഹധാതുവിന് ഉദാഹരണമാണ്. ഈ അലോഹധാതുവിനെ തന്നെ ധാതു ഇന്ധനങ്ങളെന്നും മറ്റു ധാതുക്കളെന്നും പറയും. ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? കൽക്കരിയും പെട്രോളിയം ഒക്കെയാണ് അല്ലേ വരിക. അത് മറ്റു ധാതുക്കൾ വരുമ്പോൾ അബ്രം പോലെയുള്ളവ അവയാണ് ഏതിൽ വരിക? മറ്റു ധാതുക്കളിൽ വരിക. നമ്മളിനി നോക്കാൻ പോകുന്നത് ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചിട്ടാണ്. ഇരുമ്പുരുക്ക് വ്യവസായം നമ്മുടെ ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ പകുതിയോളം നമ്മൾ കയറ്റുമതി ചെയ്യും. എവിടേക്കെല്ലാം? ജപ്പാൻ, കൊറിയ, പശ്ചിമ യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഈ ഇരുമ്പയിര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അതിവേഗമുള്ള വ്യവസായവൽക്കരണത്തിന് അടിസ്ഥാനമിടുന്ന പ്രധാന വ്യവസായമാണ് ഈ ഇരുമ്പ് ഉരുക്ക് വ്യവസായം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സമ്പന്നമായ ലഭ്യതയുള്ള മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുവാണ് മാംഗനീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ സമ്പന്നമായ ഒന്നാണ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല് എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അനിവാര്യമായ അസംസ്കൃത വസ്തുക്കളാണ്. അപ്പോൾ ഏതൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ അനിവാര്യമായത്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയാണ്. 1870 ബംഗാളിലെ കുൾട്ടിയിൽ ഒരിടത്തരം ഉരുക്കുശാല സ്ഥാപിച്ചതോടെയാണ് ഇന്ത്യയിൽ ആധുനിക ഉരുക്ക് വ്യവസായത്തിന് ആരംഭം കുറിച്ചത്. വൻതോതിലുള്ള ഉൽപാദനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത് 1907 ജാംഷഡ്ജി ടാറ്റ ജംഷേദ്പൂരിൽ ഒരു ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിച്ചതോടുകൂടിയാണ്. 1907 ജംഷഡ്പൂരിൽ ടാറ്റ ഒരു ഉരുക്കു നിർമ്മാണശാല സ്ഥാപിച്ചത്. 1919 ബേൺപൂരിലും 1923 ഭദ്രാവതിയിലും ഓരോ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇരുമ്പുരുക്ക് വ്യവസായത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞു? നമുക്ക് അതിന് ഇരുമ്പയിര് ആവശ്യമാണ് അല്ലേ. ആ ഇരുമ്പയിര് എവിടെ നിന്നെല്ലാമാണ് കിട്ടുന്നത് എന്നും കൂടെ നമുക്ക് അറിഞ്ഞു വെക്കാം. അപ്പോൾ ഇന്ത്യയുടെ വ്യാവസായിക പുരോഗതിക്ക് അടിസ്ഥാനമായ ധാതു വിഭവമാണ് എന്ത് എന്ന് പറയുന്നത്? ഇരുമ്പയിര് എന്ന് പറയുന്നത്. ആധുനിക സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ധാതു വിഭവമാണ് ഇരുമ്പയിര്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ അടിസ്ഥാന അസംസ്കൃത വസ്തുവായ ഇരുമ്പയിര് 4 തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ആ 4 ഏതൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നിവയാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ അടിസ്ഥാന അസംസ്കൃത വസ്തുവായ 4 തരത്തിൽ കാണപ്പെടുന്ന ഇരുമ്പ് അയിരുകൾ എന്ന് പറയുന്നത്. ലോകത്തിലെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% എവിടെയുള്ളത്? നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. ലോകത്തിലെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത് ഇന്ത്യയിലാണ്. ഏഷ്യയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഇരുമ്പയിര് നിക്ഷേപം ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഇനി ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്ന ഇരുമ്പയിരുകളാണ് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ് നമ്മൾ 4 പറഞ്ഞു. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അതിൽ ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്ന ഏതാണ്? 2 ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖലയിലെ കൽക്കരി പാടങ്ങളുടെ സമീപമായിട്ടാണ് ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമി മേഖലയിലെ കൽക്കരി പാടങ്ങളുടെ സമീപമായിട്ടാണ് ഈ നിക്ഷേപങ്ങൾ ഒരുപാട് കാണപ്പെടുന്നത്. രാജ്യത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 95% ഉള്ളത് ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടകം, ഗോവ, തെലുങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഖനനം ചെയ്യുന്നതിൻ്റെ പകുതിയോളം നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇരുമ്പ് അയിരുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ചില ഇരുമ്പ് ഖനികൾ എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ജാർഖണ്ഡിലാണുള്ളത്. എവിടെയാണുള്ളത്? ജാർഖണ്ഡിലാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ ജാർഖണ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് അറിയപ്പെടുന്നത്. ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനിയാണ് ബൈലാദില. ഛത്തീസ്ഗഡിലെ ബൈലാദില എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനികളാണ് ഛത്തീസ്ഗഡിലെ ഡള്ളിയും രാജ്ഹരയും. അവ രണ്ടും ഉള്ളത് എവിടെയാണ്? ഛത്തീസ്ഗഡിലെ ദുർഗയിലാണുള്ളത്. എവിടെയാണുള്ളത്? ദുർഗയിലാണുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഏത് രാജ്യത്തേക്കാണ്?
ജപ്പാനിലേക്കാണ്. ഏത് തുറമുഖത്തു നിന്നാണെന്ന് ചോദിച്ചാൽ മർമഗോവ തുറമുഖത്തിൽ നിന്നാണ്. ഇനി ഇന്ത്യയിലെ ചില പ്രധാന ഇരുമ്പയിര് നിക്ഷേപണ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്, ഏത് ജില്ലയിലാണെന്ന് നോക്കാം. ഛത്തീസ്ഗഡിലെ ദുർഗ്, ദണ്ഡിവാറ ജില്ലകൾ, അതുപോലെ ജാർഖണ്ഡിലെ പശ്ചിമസിംഘം, പൂർവസിംഘം എന്നീ ജില്ലകൾ, അതുപോലെ തന്നെ ഒഡീഷയിലെ സുന്ദർഗഡ്, കെന്ദുജാർ, മയൂർഗഞ്ച് എന്നീ ജില്ലകൾ, അതുപോലെ ഗോവയിലെ ഉത്തര ഗോവ, കർണാടകയിലെ എവിടേക്കാണുള്ളത്, ബെല്ലാരി, ചിക്കമംഗ്ലൂരു, ഷിമോഗ, ചിത്രദുർഗ് എന്നീ ജില്ലകളിലും, അതുപോലെ തമിഴ്നാട് സേലം, നീൽഗിരി എന്നിവിടങ്ങളിലൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ അല്ലെങ്കിൽ ഇരുമ്പയിര് നിക്ഷേപണ കേന്ദ്രങ്ങൾ ഉള്ളത്. നമുക്ക് പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത് ടാറ്റ ഇരുമ്പുരുക്ക് ശാല. അത് സ്ഥാപിതമായത് 1907 ടിസ്കോ എന്ന് പറയും. 1907 ടാറ്റ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജംഷഡ്ജി ടാറ്റയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. 1907 ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് എന്ത് സ്ഥാപിതമായത്, ടാറ്റ ഇരുമ്പുരുക്ക് ശാല. അപ്പോൾ ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, ജംഷഡ്ജി ടാറ്റയാണ്. അടുത്തത് VISL വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ഈ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല തന്നെയാണ് മൈസൂർ ഇരുമ്പുരുക്ക് ശാല, അതുപോലെ ഭദ്രാവതി ഇരുമ്പുരുക്ക് ശാല എന്നെല്ലാം അറിയപ്പെടുന്നത്. ഈ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത് 1923 എപ്പോഴാണ്, 1923 സ്ഥാപിതമായത്. ഇത് ഭദ്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അതിന് ഭദ്രാവതി ഇരുമ്പുരുക്ക് ശാല എന്നറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കർണാടകയിലെ ശിവമോഗ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളായ മറ്റുള്ളവയെക്കുറിച്ചും കൂടി നോക്കാം. അതിൽ കുറച്ച് പ്രത്യേകതയുള്ള 3 ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. ഈ 3 സ്ഥാപിതമായത് ഒരേ വർഷത്തിൽ തന്നെയാണ്. എപ്പോൾ തന്നെയാണ്, ഒരേ വർഷത്തിൽ തന്നെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിച്ചതാണ് ഈ 3 യൂണിറ്റുകൾ എന്ന് പറയുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകളാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്ന് പറയുന്നത്. ഈ 3 സ്ഥാപിതമായത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഇവയൊക്കെ എല്ലാം സ്ഥാപിക്കാൻ വേണ്ടി സഹായിച്ച രാജ്യങ്ങളും നമ്മൾ ഒന്നിച്ച് പഠിച്ചിട്ട് പോകണം. ആദ്യം ഭിലായ് ഇരുമ്പുരുക്ക് ശാല. ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ദുർഗ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ദുർഗ് ജില്ലയിൽ. അപ്പോൾ ഭിലായ്, ഛത്തീസ്ഗഡ്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1959 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്, റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത്. ആരുടെ സഹായത്തോടെയാണ്, റഷ്യയുടെ സഹായത്തോടെ. 1959 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് ഛത്തീസ്ഗഡ് ദുർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല. അതും എപ്പോൾ തന്നെയാണ് സ്ഥാപിതമായത്, 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ്. 1959 സ്ഥാപിക്കപ്പെട്ടു. ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ പശ്ചിമ ബർധമാൻ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്, പശ്ചിമ ബർധമാൻ ജില്ലയിലാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. ആരുടെ സഹായത്തോടെയാണ് വന്നത്, ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ദുർഗാപൂർ 1959 പശ്ചിമ ബംഗാളിലെ പശ്ചിമ ബർധമാനിലെ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ. അടുത്തത് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. ഇതും നമ്മൾ പറഞ്ഞു 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ 1959 സ്ഥാപിക്കപ്പെട്ടതാണ് എന്നല്ലേ. ഇത് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണുള്ളത്, ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ഹൗറ മുംബൈ റെയിൽപാതയ്ക്ക് സമീപമായിട്ടാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1959 ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല ഇരുമ്പുരുക്ക് ശാല സ്ഥാപിതമായത്. അടുത്തത് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല. ഇത് സ്ഥാപിതമായത് 1972 ജാർഖണ്ഡ് സംസ്ഥാനത്തെ ബൊക്കാറോ ജില്ലയിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്.
സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ബൊക്കാറോ ഇരുമ്പുരുക്കശാല എന്ന് പറയുന്നത്. ദാമോദർ നദിയുടെയും ബൊക്കാറോ നദിയുടെയും സംഗമ സ്ഥലത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ബൊക്കാറോ ഇരുമ്പുരുക്കശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യൻ ഇരുമ്പുരുക്കശാല. പശ്ചിമ ബംഗാളെ ബരൻപൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ത്യൻ ഇരുമ്പുരുക്കശാല എന്ന് പറയുന്നത്. അതും വന്നത് ബൊക്കാറോനെ പോലെ തന്നെ 1972 സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. ആദ്യം ഇത് സ്വകാര്യ കമ്പനിയിൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും 1972 ഇത് സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. ഈ ഇരുമ്പുരുക്കശാലയ്ക്ക് ഹിരാപൂർ, കുൾട്ടി എന്നീ സ്ഥലങ്ങളിലും ഓരോ വർക്ക്ഷോപ്പുകളുണ്ട്. നിലവിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമാണ് ഇന്ത്യൻ ഇരുമ്പുരുക്കശാല എന്ന് പറയുന്നത്. ഫസ്റ്റ് അതെന്തായിരുന്നു? പ്രൈവറ്റ് ആയിരുന്നു. പിന്നീട് അത് 1972 സർക്കാർ ഏറ്റെടുത്തു. ഇനി കുറച്ച് ഇരുമ്പുരുക്കശാലകൾ കൂടിയുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിജയ്നഗർ, തമിഴ്നാട്ടിലെ സേലം, കർണാടകയിലെ കുന്ദ്രമുഖ്. അപ്പോൾ ടിസ്കോ ജാർഖണ്ഡിൽ, ബൊക്കാറോ ജാർഖണ്ഡിലാണ്. IISCO അതെവിടെയാണുള്ളത്? പശ്ചിമ ബംഗാളിലാണ്. വിശ്വേശ്വരയ്യ കർണാടക, വിജയനഗർ കർണാടക, ഭിലായ് ഛത്തീസ്ഗഡ്, ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലെ കലിംഗനഗറിലാണ്. ദൈത്രി സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിലെ പാരാദ്വീപിലും, റൂർക്കേല ഒഡീഷയിൽ തന്നെയാണ്. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, സേലം സ്റ്റീൽ പ്ലാന്റ് തമിഴ്നാട്, വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശ്, ധോൾവി സ്റ്റീൽ പ്ലാന്റ് രത്നഗിരി മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇരുമ്പുരുക്കശാല, ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്കശാല എന്നറിയപ്പെടുന്ന ഏതാണ്? ടിസ്കോയാണ്, ജംഷഡ്പൂരിലുള്ളത്. 1907 ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ സുബർണരേഖ നദിയുടെ തീരത്താണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം. പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. ചെറിയ തോതിൽ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് പോർട്ടോനോവ 1830 പോർട്ടോനോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്കശാല കമ്പനി സ്ഥാപിതമായത് പശ്ചിമ ബംഗാളിലെ കുൾട്ടിയിൽ 1870 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കശാല നിർമ്മാണശാല ബൊക്കാറോയാണ്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സേലം സ്റ്റീൽ പ്ലാന്റിലാണ്. സേലം സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കശാല ഏതാണ്? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കശാല കർണാടകത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കശാല എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണ അനുമതി നൽകിയ ഹിന്ദുസ്ഥാൻ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിൻ്റെ 3 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നീ 3 അവ. ഭിലായ് ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഷിയോനാദിലാണ്. കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേയൊരു സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല എന്ന് പറയുന്നത്. എപ്പോഴാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ 1959. ഇനി റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകൾ ഏതൊക്കെയാണ്? ഭിലായ്, വിശാഖപട്ടണം, ബൊക്കാറോ. നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് ഭിലായ്, വിശാഖപട്ടണം, ബൊക്കാറോ എന്നിവയെല്ലാം. ബ്രിട്ടന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാല ഏതാണ്? ദുർഗാപൂരാണ്. 1962 ദുർഗാപൂർ ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിതമായത്. ഒന്നുകൂടെ റഷ്യയുടെ സഹായത്തോടെ ഭിലായ്, ഛത്തീസ്ഗഡ്, ദുർഗ് ജില്ല ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത്. ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേല ഒഡീഷയിലാണ്. സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ബൊക്കാറോ ജാർഖണ്ഡിലാണ്. അപ്പോൾ ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ചിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് അല്ലെങ്കിൽ ഇരുമ്പയിര് ആ ധാതുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നോക്കാണ്ട് രണ്ടാമത് നമുക്ക് മാംഗനീസിനെ കുറിച്ചുകൂടെ നോക്കാം. മാംഗനീസ്. ലോകത്തിലെ മാംഗനീസ് നിക്ഷേപത്തിൻ്റെ 20% ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. മാംഗനീസ് ഖനനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 5ാം സ്ഥാനമാണുള്ളത്. മാംഗനീസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇരുമ്പുരുക്കിന്, അതുപോലെ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്, കീടനാശിനി നിർമ്മാണത്തിന്, പെയിൻറ്റിങ്ങിന്, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാംഗനീസ് ഉപയോഗിച്ച് വരുന്നത്. ഇത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഖനനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ
ഒഡീഷ, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര മുതലായ സംസ്ഥാനങ്ങളിലാണ് മാംഗനീസ് പ്രധാനമായിട്ടും ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പയിര് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് മാംഗനീസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇരുമ്പയിര് ഖനനത്തിന് എന്തൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞത്? ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇരുമ്പയിര് വേണം, കൽക്കരി വേണം, അതുപോലെ മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല് എന്നിവയൊക്കെയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഇരുമ്പയിര് ഉരുക്കാനും ഇരുമ്പ് ചേർന്ന കൂട്ടുലോഹങ്ങൾ നിർമ്മിക്കാനും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഈ മാംഗനീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ മധ്യപ്രദേശാണ്. മാംഗനീസ് ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ നിന്ന് നിലവിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത്. എത്രാം സ്ഥാനമുള്ളത്? 5ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിൽ നിന്ന് മാംഗനീസ് കൂടുതലായിട്ട് കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ചൈനയിലേക്കാണ്. എവിടേക്കാണ്? ചൈനയിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. നമ്മൾ പറഞ്ഞു ലോകത്തിൽ മാംഗനീസിൻ്റെ 20% നമ്മുടെ ഇന്ത്യയിലാണുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്ന 5ാം സ്ഥാനമാണെന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാജ്യം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. അതുപോലെ കർണാടക, ഒഡീഷ എന്നിവയാണ് നമ്മളെ മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഒക്കെ പറഞ്ഞ പോലെ മറ്റ് മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ്, ഗോവ, ജാർഖണ്ഡ് എന്നിവയെല്ലാം. ഏതെല്ലാമാണ്? ആന്ധ്രാപ്രദേശ്, ഗോവ, ജാർഖണ്ഡ് എന്നിവയെല്ലാം. അതുപോലെ ഇന്ത്യയിലെ മാംഗനീസ് ഖനികൾ എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ് ബോണായി, കെന്ദുജന്, സുന്ദർഗഡ്, ഗാഗ്പൂർ, കോരാപുട്ട്, കലഹന്ദി, ബൊലാൻഗിർ എന്നിവയെല്ലാം ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ്. ഇനി കർണാടകയിലെ പ്രധാന ഖനന മേഖലകളാണ് ധാർവാർ, ബെല്ലാരി, ബെൽഹാം, വടക്കൻ കാനറ, ചിക്കമാംഗ്ലൂര്, ശിവമോഗ, ചിത്രദുർഗ, തുങ്കൂർ എന്നിവയെല്ലാം. മഹാരാഷ്ട്രയിലെ പ്രധാന ഖനന മേഖലകളാണ് നാഗ്പൂർ, ഭണ്ഡാര, രത്നഗിരി എന്നിവയെല്ലാം. മധ്യപ്രദേശിലെ പ്രധാന ഖനന മേഖലകളാണ് ബാലഘട്ട്, ചിന്ദ്വാര, നിമാർ, മാണ്ഡല, ജബുവ എന്നിവയെല്ലാം. അപ്പോൾ ഇവയെല്ലാമാണ് പ്രധാന മാംഗനീസ് ഖനികൾ, ഇന്ത്യയിലെ പ്രധാന മാംഗനീസ് ഖനികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെറും 2 ടോപ്പിക്ക് മാത്രമാണ് എടുത്തത്. ഒന്ന് മാംഗനീസിൻ്റെ വ്യവസായത്തെക്കുറിച്ചിട്ടും രണ്ടാമത് ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചിട്ടും. അതിൽ ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.